ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കേണ്ട, കരയുന്നു ബ്രോ കരയുന്നു എന്താ ചെയ്യാ, ഒരുപാട് നാളായി കരച്ചിൽ തുടങ്ങിയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. കരയില്ല പൊന്നെ, എന്തിനാ കരഞ്ഞിട്ട്? കരഞ്ഞിട്ട് എനിക്ക് എന്താ കിട്ടിയേ? എടാ ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചു വരുവാണ്, ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ പറയും കരയണ്ട വിഷമിക്കണ്ട അത് അത്രയല്ലേ ഉള്ളൂ. എടാ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, നിന്റെ വിഷമം നിനക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നിനക്ക് എത്രത്തോളം കരയാൻ പറ്റുന്നോ അത്രത്തോളം നീ കരയണം. മുത്തേ ഹോണസ്റ്റ് ആയിട്ട് പറയണ്. എടാ ഈ കരച്ചിൽ വരുന്ന ഇത് തന്നെ നിന്റെ ഒരു ഭാഗ്യടാ. മുത്തേ പറഞ്ഞാൽ ഈ കരയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിക്കോടാ ത്രോട്ടിലൊക്കെ, സഹിക്കാൻ പറ്റൂല. ഈ കരയുന്നതിനും കാട്ടിയും പെയിൻഫുൾ ആണത്, ഈ കരയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായത്. അതുകൊണ്ട് പൊന്നെ നിനക്ക് എത്രത്തോളം കരയാൻ പറ്റുന്നു അത്രത്തോളം നീ കരയും. കരഞ്ഞ് 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 ലാസ്റ്റ് സമാധാനം ഉണ്ടാവും, ഉറപ്പാണ്. ഞാൻ കരയാൻ വേണ്ടി മോട്ടിവേഷൻ ചെയ്യുന്നതല്ല, പക്ഷെ കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ പരമാവധി കരഞ്ഞ് തീർക്കുക. ഓക്കെ, പിന്നെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, എടാ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ലേ അൾട്ടിമേറ്റ് ലെവലിലേക്ക് നമ്മുടെ മനസ്സിൽ കുറെ കാര്യങ്ങൾ തോന്നും. അതേപോലെ കുറെ ഡിസിഷൻ നമ്മൾ എടുക്കാൻ നിൽക്കും. ഹോണസ്റ്റ് ആയിട്ട് പറയുന്നത് ഇതിനെങ്കാട്ടി മൂല്യ അവസ്ഥയ്ക്ക് നിന്നെ ആ ഡിസിഷൻ എത്തിക്കും. അതുകൊണ്ട് പറയുന്നത് പരമാവധി നീ ആ ടൈമിൽ ഒരു ഡിസിഷൻ എടുക്കാണ്ടിരിക്കുക. പിന്നെ ഒരൊറ്റ കാര്യം മാത്രം നീ കാര്യം പോലെ വെച്ചാൽ മതി, കർമ്മ ഇറ്റ്സ് ബൂമറാങ്.